ആരെയും കണ്ടോ? എവിടെയോ കണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. നമ്മൾ എവിടെ വെച്ചാ കണ്ടേ? അന്നത്തെ ആ ഓഡിഷൻ. ആ, ചോക്ലേറ്റ് ബോയ് അതെ. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഞാൻ മോർണിംഗിൽ ഇങ്ങനെ ഇറങ്ങാറുണ്ട്. ഇപ്പൊ ഒരു ഫ്രണ്ടിനെ കാത്ത് നിൽക്കുക. ആ, എടാ അന്നത്തെ ഓഡീഷന് ശേഷം പിന്നെ വല്ലതും കിട്ടിയോ? അപ്പൊ അറിഞ്ഞില്ലായിരുന്നു? ഡയറക്ടർ സുരേഷ് ചേന്നങ്കരുടെ പുതിയ ചിത്രത്തിൽ ഞാനാ സെക്കൻഡ് ഹീറോ. അതെങ്ങനെ ഒപ്പിച്ചെസ്റ്റിയാ? അതൊക്കെ കിട്ടി. ലക്കെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സത്യടാ, ഭാഗ്യവാനാ നീ. അങ്ങേരുടെയൊക്കെ പടത്തിൽ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞാ യോഗം തന്നെ. അളിയ നിന്നോടായതുകൊണ്ട് സത്യം പറയാമല്ലോ, എനിക്ക് അതിന് മാത്രം ടാലന്റ് ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് വിശ്വാസമുള്ള ഒരു ആസ്ട്രോളജർ ഉണ്ട്. അദ്ദേഹം ഈ വർഷം തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്ന ഞാൻ സിനിമയിലെത്തുമെന്ന്. എനിക്ക് വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വിശ്വാസമായി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു തുടക്കമാണെന്നാണ്. ഇനിയൊരു റോബി തരംഗം തന്നെ വരുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ. പുള്ളിയിൽ നിന്ന് കാണാൻ പറ്റുമോ? വൈ നോട്ട്? ജയദാസൻ നായയുടെ പേര് ഒന്ന് ചെന്ന് കാണുക, പിന്നെ രക്ഷപ്പെടുക. ഇതാണ് അദ്ദേഹത്തെ കാണുന്നവരുടെ ഒക്കെ അവസ്ഥ. നമുക്ക് പോയി കാണാം. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കൃത്യമായൊരു സ്ഥലം അദ്ദേഹത്തിനില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് ആസ്ട്രോളജർ കാണണം. നീ എന്നെ സഹായിക്കില്ലേ? പക്ഷെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വരും, അവനെ കണ്ടിട്ട് പോ. എന്താ? കൊച്ചിക്കാരനാണെങ്കിൽ പോസ്റ്റ് ഉറപ്പാ. സ്ട്രീറ്റ് ലൈഫ് അഥവാ തെരുവിലെ ജീവിതങ്ങളുടെ ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ അടുത്ത എഡിഷനിലെ മെയിൻ കണ്ടന്റ്. വലിയ ഫ്ലാറ്റ് കെട്ട് ജീവിക്കുന്നവരെക്കാൾ വളരെ സന്തോഷമായി ജീവിക്കുന്ന ആൾക്കാരാണ് തെരുവിലെ താമസക്കാർ. നിങ്ങളിൽ ആരെങ്കിലും സ്ട്രീറ്റ് ലൈഫ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല മാഡം. അനു? യെസ് മാം. ഗ്രേറ്റ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ്. ഓ, സ്ട്രീറ്റ് ലൈഫ് ഇൻ കൊച്ചി. നമ്മുടെ കഴിഞ്ഞ എഡിഷൻ ട്രാഫിക് ബ്ലോക്കുകളെ കുറിച്ചായിരുന്നു. ആ ടോപ്പിക്കിന് നമുക്ക് നല്ല കവറേജ് കിട്ടിയിരുന്നു. ഇതിനതിലും കൂടുതൽ കവറേജ് കിട്ടണം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഫോട്ടോയിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ആയിരിക്കും വരുന്ന എഡിഷന്റെ കവർ പേജ്. സോ ഗൈസ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. പുതിയതായി ജോയിൻ ചെയ്ത ഒരാൾക്ക് ഇത്രയും ടഫായിട്ടുള്ളൊരു അസൈൻമെന്റ് കൊടുക്കുക കഷ്ടമായിപ്പോയി. അതെന്താ? ബിക്കോസ് ഇത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നീ ഇപ്പൊ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഇതിപ്പോ എങ്ങനെയാ സ്കിപ്പ് ആവുക? സ്കിപ്പ് ആവൊന്നും വേണ്ട. സ്കിപ്പ് ആവാനല്ലല്ലോ നീ ജോബിൽ ജോയിൻ ചെയ്തത്. ട്രൈ ഡൂയിങ് സംതിങ്. എന്തെങ്കിലുമൊക്കെ ആ പ്രസന്റേഷനിൽ കൊണ്ട് കൊടുക്കാം. ചുമ്മാ ഒന്നും ചെയ്യാൻ ടോണി കിട്ടത്തില്ല. ടോണി ചെയ്യുമ്പോ അതിനൊരു മിനിമം റേഞ്ച് എങ്കിലും ഉണ്ടാവും. ഓവർ കോൺഫിഡൻസ് വേണ്ട. ദേ, ഈ റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ ടഫാണ്. ക്യാമറയായിട്ട് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും. നിന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പോലും ഇത് പറ്റുന്നില്ല. പിന്നെയാ നിന്റെ ഒരു മിനിമം റേഞ്ച് ആണല്ലോ. എന്നാ നോക്കാം. നീ അത്രയ്ക്ക് സ്മാർട്ട് ആണെങ്കിൽ ശരി, എനിക്കതൊന്ന് കാണണം. അപ്പൊ ശരി, ബെറ്റ്. എന്താ ബെറ്റ്? എന്ത് ബെറ്റ്? അന്ന് ആനന്ദിന്റെ നടി കൊണ്ടതേ ഞാൻ ഇന്നും മറന്നിട്ടില്ല. എങ്കിൽ നീ നോക്കിക്കോ, ഞാൻ എടുക്കുന്ന ഫോട്ടോ ആയിരിക്കും അടുത്ത മാഗസിൻ എഡിഷനിലെ കവർ പേജ് ഫോട്ടോ. ഓക്കെ, ഞാനത് ഉറപ്പിച്ചു. ഇനി റീന മാം കൂടി അത് ഉറപ്പിച്ചാൽ മതിയായിരുന്നു. നിന്ന് വാച കഴിക്കാണ്ട് പോയി ഫോട്ടോ എടുക്കാൻ നോക്കടാ. നീ നോക്കിക്കോ, റെഡ് സ്ട്രീറ്റിൽ പോയിട്ടാണെങ്കിൽ സ്ട്രീറ്റിന്റെ ഫോട്ടോ എടുത്തോണ്ട് ടോണി വരത്തുള്ളൂ. അതിന്റെ സ്ട്രീറ്റിൽ കിടക്കേണ്ടി വന്നാൽ നമുക്ക് കാണാം. കാണാം. ആനന്ദ്, നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അദ്ദേഹം. വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ്. തികഞ്ഞ ഒരു ജീനിയസ്. കാണാൻ കൊതിയാവുക. പിന്നെ ഒരു കാര്യം പറയാം, സംസാരിക്കുമ്പോൾ നല്ല റെസ്പെക്ട് വേണം. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഓവർ ആക്കല്ലേ. വാ വാ. ഇരിക്കുന്നടാ സ്വാമി. സാർ, സാർ, ഞാനാണ് സാർ റോബി. നീ വന്നോ? ഇതാരാ? ഇതെന്റെ സുഹൃത്താ ആനന്ദ്. പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പേരെ കണ്ടു, പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല. സാറ് തന്നെ ഒന്ന് സഹായിക്കണം. സാറ് സ്റ്റാർ പറഞ്ഞു കൊടുക്കും. പുണർദം. ഞാൻ അതല്ല ചോദിച്ചു, എന്താ എന്റെ സാറെന്ന് വിളിച്ചതെന്ന്. എനിക്കതൊന്നും ഇഷ്ടമല്ല. അയ്യോ, ഒരു അബദ്ധം പറ്റിയതാ. അങ്ങ് നമ്മോട് പൊറുക്കണം. ഇതാണോ നിന്റെ സംസാര ഭാഷ? ഇങ്ങനെ രാജപാട്ട് രീതിയിലാണോ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുന്നത്? വെറുതെ അല്ല നീ ഒന്നും രക്ഷപ്പെടാത്തത്. അയ്യോ, അവൻ അങ്ങേ ബഹുമാനിച്ച് വർണ്ണിച്ചതാണ്. അത് പോട്ടെ. ദേ,
ഞാനൊരു ജോത്സ്യനല്ല. എനിക്ക് കവടി നിരത്താനോ ഹോമം ചെയ്യാനോ ഒന്നും അറിയില്ല. പിന്നെ ചിലതുള്ളത് ഞാനങ്ങ് പറയും. നിന്നെയൊക്കെ നാളെ സിനിമയിൽ എത്തിക്കാമെന്നോ അങ്ങോട്ട് എത്തിച്ചു തന്നേക്കാമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നീ രക്ഷപ്പെടും. ഇവനെ പോലെ ആയിക്കോട്ടെ. എനർജി അതിന്റെ വികിരണവും ആകിരണവും അനുസരിച്ചായിരിക്കും ഞാൻ പറയുന്നതൊക്കെ. എല്ലാവരുടെയും ജീവിതത്തിൽ കൃത്യമായ ഒരാൾ തീർച്ചയായും വന്നെത്തും. അയാളുടെ ഉപദേശമാവാം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്നത്. വഴിത്തിരിവാ? ആനന്ദിന് എന്നിൽ വിശ്വാസമുണ്ട് അല്ലേ? പിന്നെ സത്യമായിട്ടും എനിക്ക് ഭയങ്കര വിശ്വാസമായി. ശ്ശോ. എവിടെയാ നിന്റെ നാട്? കോഴിക്കോട്. അല്ല, ഈ കൃത്യമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആള് എപ്പോ വരുന്ന പറയാൻ പറ്റുമോ? ഉം? എടോ ഞാൻ തന്നെയാണോ ആ ആള്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ക്ഷമിക്കണം. അങ്ങ് പറഞ്ഞോ, എന്ത് വേണേ പറഞ്ഞോ.